ഹായ് ഡിയേഴ്സ്, ഒരു നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. അതായത് പോളണ്ടിലേക്ക് സീസണൽ ജോബുകൾ ആക്കി കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ സീസണൽ ജോബിനാണ് പോകണമെന്നുണ്ടെങ്കിലും അതിനുശേഷം ഒരു സാധാരണ വർക്ക് വിസയ്ക്ക് നമുക്ക് മാറാനും പറ്റും കേട്ടോ. സോ നമുക്ക് 2 lakhs വരെ സാലറി കിട്ടുന്ന ജോബുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ ഇങ്ങനെ ജോബുകൾ ആക്കി കൊടുക്കുന്ന കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് അമൻ ഗ്ലോബൽ കൺസൾട്ടൻസി ആണ് കേട്ടോ. സോ ഒരു RIC ലൈസൻസ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിനെയാണ് ഇവരെന്ന് പറയുന്നത്. അതായത് പോളണ്ടിലേക്ക് സീസണൽ വർക്ക് വഴി പോയിട്ട് പിന്നെ അവിടെ പോയ ശേഷം ഒരു സാധാരണ വർക്ക് വിസയ്ക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡാണ്. സോ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് പെർമിറ്റ് കിട്ടി പോകാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു 2 months ആണ് മാക്സിമം ടൈം പറയുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു അവസരം മെയിൽസിനും ഫീമെയിൽസിനും പറ്റുന്ന തന്നെയാണ് കേട്ടോ. രണ്ടാൾക്കും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു സീസണൽ ജോബുകൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് മെയിനായിട്ട് ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡുകളിലേക്കാവും അവസരങ്ങൾ വരിക. അഗ്രികൾച്ചർ ഫീൽഡിൽ ഏതൊക്കെ ജോബുകളാണ് വരിക എന്നുള്ളതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ഒരു പോളണ്ട് എന്ന് പറയുകയാണെങ്കിൽ തന്നെ യൂറോപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അഗ്രികൾച്ചർ ഫീൽഡിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിൻ്റെ കാര്യത്തിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പോണ വർക്കറിന് അവരുടെ അക്കോമഡേഷൻ പോലും അതും ഈ ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഈ ഒരു ജോബിനായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഈ ഒരു ഡോക്യുമെൻറ്റ് സബ്മിഷന് ശേഷം നമ്മളുടെ ഈ ഒരു വർക്ക് പെർമിറ്റ് വിത്തിൻ 10 to 14 days വെറും 14 ദിവസം കൊണ്ട് ഒരു 2 weeks ടൈം കൊണ്ട് വരുന്നതാണ് ഇവർ പറയുന്നത്. സോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ ഈ ഒരു 2026 പോളണ്ടിൽ പോയി ജോബ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരം തന്നെയാണ്. ജോബുകൾ ആക്കി കൊടുക്കുന്ന കാര്യങ്ങളും കൂടി ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും പറയണില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റോ അങ്ങനെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സാലറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും തുടർന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻസ് മാത്രമാണ്. സോ ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണ മുമ്പ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പ്രോസസ്സ് നടത്തുക കേട്ടോ. സോ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. Hi everyone, it's me Shyam and this is Wayfarer Insights. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു പോളണ്ടിലേക്കാണ് ഈ ഒരു അവസരങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ഇനി നമ്മൾ ഈ ഒരു സീസണൽ വർക്ക് വിസയിലാണ് പോവുക. ഓക്കെ, ഈ ഒരു സീസണൽ വർക്ക് വിസ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, മാക്സിമം നമുക്ക് 9 months ആണ് നമുക്കിത് വാലിഡ് ആവുക ഈ ഒരു വർക്ക് പെർമിറ്റ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ വിൻ്റർ സെക്ഷനിലേക്ക് അതുപോലെ തന്നെ സമ്മർ സെക്ഷൻ അങ്ങനെ ഓരോ സെക്ഷനിലേക്കായിട്ടാണ് ഈ ഒരു സീസണൽ ജോബ് വിസ കൊടുക്കാറ്. സോ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് അഗ്രികൾച്ചർ ഫീൽഡിലേക്കാണ് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത്. സോ ഒരുപാട് ജോബ് കാറ്റഗറീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവർക്ക് കൊടുക്കുന്ന സാലറിയും എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് സെക്ടർ. ഓക്കെ, ഇനി ഏതൊക്കെ ജോബാണ് ഇതിൽ വരിക നോക്കുക. അതായത് ഫ്രൂട്ട് പിക്കർ ജോബുകൾ, ഫ്രൂട്ട്സ് നമ്മൾ പിക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് പിക്ക് ചെയ്യുന്ന ജോബുകൾ, പിന്നെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് കട്ടിങ് ജോബുകൾ. സോ ഇങ്ങനെയുള്ള സിമ്പിൾ ജോബുകൾ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ സോർട്ടിങ്, ഗ്രേഡിങ്, പിന്നെ പാക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് പ്ലാന്റ് മെയിൻ്റനൻസ്, ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ ഹൗസ് ആൻഡ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് സെക്ടറിൽ വരിക. ഈ ഒരു സെക്ടറിൽ നമുക്ക് കിട്ടുന്ന സാലറി, ഇവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 30.50 സ്ലോട്ടിയാണ്. അതായത് പോളിഷ് സ്ലോട്ടിയാണ് നമ്മളുടെ ഈ ഒരു പോളണ്ടിലത്തെ കറൻസി വരിക. ഓക്കെ, അവർലി കൊടുക്കുന്ന ചാർജ് ആട്ടോ 30.50 പോളിഷ് സ്ലോട്ടിയാണ് കൊടുക്കുക. സോ ഇത് നമ്മൾ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 765 രൂപയാണ് കേട്ടോ വരിക. സോ ഒരു ദിവസം നമ്മൾ 8 hour വെച്ചിട്ട് നമ്മൾ ജോബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6120 രൂപ കിട്ടും. ഓക്കെ, സോ നമ്മളൊരു 30 days കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 1,83,600 രൂപയാണ് വരുന്നത്. ബട്ട് ഇത് മാത്രമല്ല, നമുക്ക് OT നമുക്ക് പോസിബിളാണ്. ഓവർ ടൈമും നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പറയുന്നത് പിന്നെ മഷ്റൂം ഫാക്ടറീസ്. ഈ ഒരു മഷ്റൂം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, കൂണിനാണ് ഈ ഒരു മഷ്റൂംസ് എന്ന് പറയുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് വരുന്ന ജോബുകൾ എന്ന് പറയുന്നത് മഷ്റൂം പിക്കിങ്, അതുപോലെ തന്നെ കട്ടിങ്, പാക്കിങ്, അതുപോലെ തന്നെ പ്രോസസ്സിങ് ലൈൻ ഹെൽപ്പേഴ്സ്. സോ ഇങ്ങനെയുള്ള ജോബുകളാണ് വരിക. ഇതും സിമ്പിൾ ജോബുകൾ തന്നെയാണ് കേട്ടോ. ഇവർക്ക് കൊടുക്കുന്ന സാലറിയും സെയിം ആണ്. 30.50 സ്ലോട്ടി പെർ ഹവർ വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഓക്കെ,
പക്ഷേ എന്നും നമ്മൾ ഓവർ ടൈം ചെയ്യല്ല, അതായത് ഈ ഒരു വർക്ക് ലോഡ് അനുസരിച്ചിട്ടാണ് ഈ ഒരു ഓവർ ടൈം നമുക്ക് വരിക. ഓക്കെ, ഈ ഒരു ബോത്ത് സെക്ടേഴ്സിലാണ് എന്നുണ്ടെങ്കിലും, ഈ ഒരു 2 സെക്ടേഴ്സിലാണ് എന്നുണ്ടെങ്കിലും അവിടെ ചെയ്യണ വർക്കുകൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളത് തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. സോ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഒരു ന്യൂ വർക്കറാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വർക്കുകൾ തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ തന്നെ ഇവരുടെ അക്കോമഡേഷൻ, ഇങ്ങനെ പോണ വർക്കറിൻ്റെ അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഈ ഒരു ഷെയർഡ് റൂംസ് ഒക്കെയും കിട്ടുക, ബട്ട് എന്നാലും നമുക്ക് ഈ ഒരു ഹീറ്റിങ്ങും അങ്ങനെയുള്ള ബേസിക് ഫെസിലിറ്റീസും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള റൂമുകൾ തന്നെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു 200 അല്ലെങ്കിൽ 300 സ്ലോട്ടിൽ മാത്രം നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ഡെഡക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇവിടെ വർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുതരാം. നമുക്ക് മാക്സിമം 5 to 6 days ആണ് നമുക്ക് വീക്കിലി വർക്ക് വരിക. അത് നമ്മളുടെ ഡിപ്പെൻഡിങ് ഓൺ ദ എംപ്ലോയർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നമ്മളുടെ ആ ഒരു വർക്കും അതുപോലെ തന്നെ നമ്മളുടെ എംപ്ലോയറിൻ്റെ ഒക്കെ അനുസരിച്ചിരിക്കുന്നവർ പറയുന്നുണ്ട്. പിന്നെ OTൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളുടെ വർക്ക് ലോഡിനനുസരിച്ച് നമുക്ക് OT നമുക്ക് ചെയ്യാൻ പറ്റും. OT നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മന്ത്ലി നോക്കുകയാണെങ്കിൽ ഒരു 160 to 200 ഹവേഴ്സ് മന്ത്ലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ഹവേഴ്സിനാണ് കേട്ടോ പറയുന്നത്, നമ്മൾ ഹവേഴ്സിനാണ് നമുക്ക് സാലറി, അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നമ്മൾ എത്രത്തോളം ഹവേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള സാലറി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്കിപ്പോൾ ഈ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് അമൻ ഗ്ലോബൽ കൺസൾട്ടൻസി ആണ് കേട്ടോ. നമ്മൾ ആൾറെഡി ഇവരുടെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവരാണ് ഇപ്പോൾ ഈ ഒരു അവസരം നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവരുടെ ലൈസൻസ് നമ്പർ, ഇവർക്ക് RIC ലൈസൻസ് ഒക്കെ ഉള്ള കമ്പനി തന്നെയാണ്. ഇവരുടെ ലൈസൻസ് നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങളോട് ആ ഒരു നമ്പർ വഴി തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നമ്മളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസിൻ്റെ കാര്യവും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ, ട്രാവൽ വിസ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ ഇതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കി നോക്കാം. സോ നമുക്ക് പാസ്പോർട്ട് വേണം കേട്ടോ, എല്ലാത്തിൻ്റെയും സ്കാനഡ് കോപ്പീസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ലെറ്റർ വേണം, നിർബന്ധം പറയണില്ല, ഓപ്ഷണലാണ്, നിർബന്ധമല്ല, നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കുക, നല്ലത് തന്നെയാണ്. ഓക്കെ, ദെൻ CV പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. വളരെ ഈസി ഡോക്യുമെൻറ്റേഷൻ ആണ് കേട്ടോ, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. സോ ഇനി എന്തായാലും നമുക്ക് പ്രോസസ്സ് എങ്ങനെയാണ് നോക്കി നോക്കാം. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സീസണൽ വർക്ക് പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു വർക്ക് പെർമിറ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് വരിക. പിന്നെ സ്റ്റെപ്പ് 2 പറയുന്നത് റിസീവ് വർക്ക് പെർമിറ്റ്. അത് പറയുന്നുണ്ട് വെറും 10 to 16 days, ഒരു 16 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു വർക്ക് പെർമിറ്റ് നമുക്ക് റിസീവ് ആവും പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് അത് പറയുന്നത് കൺസുലേറ്റ് രജിസ്ട്രേഷൻ ആണ്. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് വരിക. സോ നമ്മളുടെ ഈ ഒരു പ്രൊഫൈൽ ആൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്, പിന്നെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. സോ ഇതിന് നമ്മൾ ഈ ഒരു വിസ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സിങ്ങിനൊക്കെ നമ്മളുടെ പ്രൊഫൈൽ ആപ്റ്റ് ആയിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പ് 4 പറയുന്നത് എംബസി അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂളിംഗ് ആണ് വരിക. ഓക്കെ, സോ സാധാരണ ഈ ഒരു എംബസീൻ്റെ കയ്യിലുള്ള അപ്ഡേറ്റ്സൊക്കെ സാധാരണ വീക്കിലി ഒരു ദിവസമായി വരിക, അതായത് നമുക്ക് സാധാരണ ബുധനാഴ്ചയൊക്കെ ആയിട്ടാണ് കേട്ടോ നമുക്ക് വരാറ്. സോ അങ്ങനെയാണ് നമുക്ക് വരിക. അത് നമ്മൾ പോളണ്ടിൽ നിന്നല്ല കേട്ടോ, നമ്മൾ ഓരോ കൺട്രീസിനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദെൻ പിന്നെ നെക്സ്റ്റ് പറയുക സ്റ്റെപ്പ് 5 പറയുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ എംബസിയിൽ സബ്മിറ്റ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് 5 വരിക. നമുക്ക് ആൾ റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്, നമുക്ക് ഇതിനാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു വിസ ഡിസിഷന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റെപ്പ് 6 വരെ എന്താണ് വിസ അപ്രൂവൽ ആൻഡ് ഫൈനൽ പ്രോസസ്സിങ്. ഇതാണ് സ്റ്റെപ്പ് 6 വരിക. സോ അതിനുശേഷം നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസ നമുക്ക് ഓക്കെ ശേഷം നമുക്ക് പോളണ്ടിലേക്ക് പോകാനും അവിടെ നമുക്കൊരു സീസണൽ ജോബ് ചെയ്യാനും പറ്റും. ഈ ഒരു സീസണൽ വർക്ക് പെർമിറ്റ് എൻഡ് ആവുന്ന സമയത്ത് ഒരു സാധാരണ വർക്ക് പെർമിറ്റിലേക്ക് മാറാനുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ഏജൻസി നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, അമൻ ഗ്ലോബൽ കൺസൾട്ടൻസിയാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ വരെ നമ്പർ കാണാൻ പറ്റും, ഇതുവഴി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇങ്ങനെ പോകാനായിട്ട് എത്രത്തോളം പേയ്മെൻറ്റ് വരും എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഉള്ള സംശയമായിരിക്കും. സോ ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇവരുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതുവഴി കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുവഴി കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ അന്വേഷിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യുക. നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻസ് മാത്രമാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുക. നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പ്രോസസ്സ് ചെയ്യുക, അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, പോളണ്ടിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു അവസരം തന്നെയായിരിക്കും.
ആവശ്യമുള്ള ആളുകളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക, ആവശ്യമുള്ളവർക്കൊന്ന് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.